Dear students, plus 1 Computer Science Chapter 2 Data Representation and Boolean Algebra Part 4. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ കൺവേർഷനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. നമ്പർ കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കും ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, അതിൻ്റെ ഡെസിമൽ ഫ്രാക്ഷൻ ടു നമ്മൾ 3 നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബാക്കിയുള്ള 3, അതായത് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഈ നമ്പർ സിസ്റ്റങ്ങളിൽ നിന്ന് 3 നമ്പർ സിസ്റ്റങ്ങളിൽ നിന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പഠിക്കാം ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. നമ്മൾ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് ആകുമ്പോൾ ബൈനറിയുടെ ബേസ് 2 ആയതുകൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മൾ ഇവിടെ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റിൻ്റെ പൊസിഷണൽ വാല്യൂ, വെയിറ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിലപ്പോൾ വെയിറ്റും പൊസിഷൻ വാല്യൂ ഒക്കെ എല്ലാവർക്കും എടുക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പൊസിഷണൽ വാല്യൂസിൻ്റെ വെയിറ്റ് കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ആ പവേഴ്സ് കൊണ്ട്, ഇപ്പം ബൈനറിയിൽ നിന്നായതുകൊണ്ട് 2ൻ്റെ പവേഴ്സ് കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റും സമ്മും ചെയ്തിട്ടാണ് നമ്മൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഡെസിമൽ ഇക്വാലന്റ് ബൈ സമ്മിങ് അപ്പ് ദ പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് ഇറ്റ്സ് വെയ്റ്റ്. ദ വെയ്റ്റ്സ് ആർ ദി പവേഴ്സ് ഓഫ് 2. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്നത് ഒരു ഇൻറ്റീജർ നമ്പർ ആയതുകൊണ്ട് തന്നെ 2ൻ്റെ പവേഴ്സ് വരുമ്പോൾ 2⁻0, 2⁻1, 2⁻3 അങ്ങനെയാണ് നമ്മൾ എടുക്കുക. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, convert 11011 base 2 to decimal. ബേസ് 2 എന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ബൈനറി നമ്പർ ആയതുകൊണ്ട് ബൈനറി നമ്പറിന്റെ ബേസ് വാല്യൂ 2 ആണ്. ഇനി ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ 11011 ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതാം 11011. അതിനുശേഷം അതിന്റെ പൊസിഷണൽ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 1 0 1 2 3 4 അങ്ങനെയാണ് വരിക. അപ്പൊ അതിന്റെ വെയിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഫസ്റ്റ് ക്ലാസ്സിലെ. അപ്പൊ ഇവിടെ ബൈനറിയിൽ നിന്നായതുകൊണ്ട്, ബൈനറിയുടെ ബേസ് വാല്യൂ 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2ന്റെ പവേഴ്സ് ആയിട്ട് വേണം ആ വെയിറ്റിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 1ന്റെ പൊസിഷനിൽ 2⁻0, ഇവിടെ എന്ത് വരും? 2⁻1, 2⁻2, 2⁻3, 2⁻4 അങ്ങനെ നമ്മൾ ആദ്യം എഴുതണം. അതിനുശേഷം കറസ്പോണ്ടിങ് ബിറ്റ് കൊണ്ട് ആ പവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഇക്വാലന്റ് കണ്ടുപിടിക്കുക. നമുക്കൊന്നുകൂടെ നോക്കാം. ദാ ഇവിടെ വരുമ്പോൾ ഈ 1ന് കറസ്പോണ്ടിങ് എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? 2⁻4. അപ്പൊ എന്ത് വേണം? 1 × 2⁻4 പ്ലസ് 1 × 2⁻3 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 1 × 2⁻0. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് നമ്മൾ ഓരോ ബിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. അതിനോടൊപ്പം എന്ത് ചെയ്യണം? സമ്മും ചെയ്യണം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ 2⁻4 ദാറ്റ് ഈസ് 16, 2⁻3 8 പ്ലസ് 0 × 2⁻2 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. പ്ലസ് 1 × 2⁻1 2 പ്ലസ് 1 × 2⁻0 1. ഇത് 2⁻0ന്റെ വാല്യൂ ആണ് കൺഫ്യൂഷൻ വരാറുള്ളത്. എനിത്തിങ് റേസ് ടു ദി പവർ 0 ഈക്വൽ ടു 1. സോ ഹിയർ 2⁻0 ഈക്വൽ ടു 1. ദെൻ സം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വിടും? ഇവിടെ 24 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് 11011 ബേസ് 2 ഈക്വൽ ടു 27 ബേസ് 10. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അവിടെ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് 1101010 ബേസ് 2 ടു ഡെസിമൽ. അപ്പൊ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് എഴുതെന്ന് പറഞ്ഞു? നമുക്ക് തന്നിട്ടുള്ള നമ്പർ നമ്മൾ ഇങ്ങനെ എഴുതി 1101010. അതിനുശേഷം എന്ത് വേണം? നമ്മൾ 0ക്ക് 2⁻0, ഇവിടെ പൊസിഷൻ വാല്യൂ ഇടുമ്പോൾ 0 1 2 3 4 അങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. സോ ഇവിടെ കൺവേർഷൻ ആയതുകൊണ്ട് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് ആയതുകൊണ്ട് ബൈനറിയുടെ ബേസ് വാല്യൂ ഉണ്ട് പവേഴ്സ് ആണ് നമ്മൾ എഴുതാറ്. 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5, 2⁻6. ദെൻ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ബിറ്റും അതിന്റെ വെയിറ്റ്, അതായത് 2ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സം ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? ആദ്യം 1 × 2⁻6 പ്ലസ് 1 × 2⁻5 പ്ലസ് 0 × 2⁻4 പ്ലസ് 0 × 2⁻3 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻0. സമയം എന്ത് വരും?
64 plus 32 plus 2. That is, the result will be 98. That is, finally നമ്മൾ എന്താ എഴുതണം? 11 base 2 equal to 98 base 10. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ബൈനറിയിൽ നിന്ന് എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് ബൈനറി ഇൻറ്റീജറിനെയാണ് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തത്. പക്ഷെ ബൈനറിയിൽ എന്തും വരാം, നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സും വരും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ബൈനറി ഫ്രാക്ഷനിൽ നിന്ന് ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് നോക്കാം. ബൈനറിയിൽ ഇൻറ്റീജർ ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിരുന്നത്? 2ന്റെ പവേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തു. അതായത് എന്തായിരുന്നു അവിടെ? നമ്മൾ 0, 1, 2, 3 ആ ഒരു പോസിറ്റീവ് പവേഴ്സ് ആയിരുന്നു എടുത്തത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് വി യൂസ് ദി നെഗറ്റീവ് പവേഴ്സ് ഓഫ് 2. അപ്പോൾ ഒന്നുകൂടെ പറയാം, എ ബൈനറി ഫ്രാക്ഷൻ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് decimal equivalent by summing up the product of each bit and its weight, same as binary integer. But ഇവിടെ എന്ത് എഴുതണം? ഫ്രാക്ഷണൽ പോയിന്റിന്, അതായത് ബൈനറി പോയിന്റിന് ശേഷമുള്ള ഓരോ വാല്യൂവിനും നമ്മൾ പവേഴ്സ് എടുക്കുമ്പോൾ നെഗറ്റീവ് പവേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ വെയ്റ്റ്സ് ആർ ദി നെഗറ്റീവ് പവേഴ്സ് ഓഫ് 2, ദാറ്റ് ഈസ് 2⁻1, 2⁻2, 2⁻3. അങ്ങനെയാണ് നമ്മൾ എഴുതാറ് ഫോർ ദി ഡിജിറ്റ്സ് ആഫ്റ്റർ ദി ബൈനറി പോയിന്റ്. ബൈനറി പോയിന്റിന് ശേഷമുള്ള നമ്പറിന് മാത്രമേ നമ്മൾ എന്തെടുക്കാവൂ? വി യൂസ് ഓൾ ദി നെഗറ്റീവ് പവേഴ്സ് ഓഫ് 2. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നിട്ടുള്ള നമ്പർ എന്താ? 0.101 base 2. അപ്പൊ എന്ത് എഴുതണം? നമ്മൾ തന്നിട്ടുള്ള നമ്പർ എന്താ? 101. ഇത് പോയിന്റിന്, ബൈനറി പോയിന്റിന് ശേഷമായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ 2⁻1, 2⁻2, 2⁻3. നേരത്തെ നമ്മൾ ഇവിടെ നിന്നാണ് എഴുതി തുടങ്ങിയത്. അതെന്തുകൊണ്ടായിരുന്നു? അതൊരു ഇൻറ്റീജർ ആയിരുന്നു. ഇവിടെ ഫ്രാക്ഷണൽ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2⁻1, -2, -3 എന്ന് നമ്മൾ എഴുതി പോകുന്നത്. തന്നെ എന്ത് നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെ ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ എഴുതുമ്പോൾ 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3. ദെൻ നമുക്ക് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ എന്താ? 0.5 പ്ലസ് 0 പ്ലസ് 0.125. സോ ദി റിസൾട്ട് വിൽ ബി 0.625. ദാറ്റ് ഈസ് 0.101 base 2 ഈക്വൽ ടു 0.625 base 10. ഇങ്ങനെയാണ് നമ്മളൊരു ഫ്രാക്ഷണൽ നമ്പർ ചെയ്യുക. ഇനി ഇങ്ങനെ ഒരു നമ്പറാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ, ദാറ്റ് ഈസ് കൺവേർട്ട് 1010.11 base 2 ടു ഡെസിമൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇൻറ്റീജർ ബൈനറി നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചതാണ്. എങ്ങനെയാണ്? 2ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദെൻ സം ചെയ്യും. അപ്പോൾ ആദ്യം ഈ 101 അത് നമ്മളിവിടെ ഇതാണ് 1010. അതിനുശേഷം എന്ത് ചെയ്യണം? ഇത് ഇൻറ്റീജർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ 2⁻0, 2⁻1, 2⁻2, 2⁻3 എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യണോ? ഓരോന്നിന്റെയും കറസ്പോണ്ടിങ് ബിറ്റും വെയിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, സം ചെയ്യുക. അപ്പൊ നമ്മൾ എഴുതാണ് 1 × 2⁻3 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻0. ദെൻ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി ഇതോടുകൂടി കഴിഞ്ഞില്ല, നമുക്ക് എന്തുണ്ട്? ഈ ക്വസ്റ്റ്യനിൽ ഫ്രാക്ഷണൽ പോർഷനും കൂടെ ഉള്ള കാരണം കൊണ്ട്, ഫ്രാക്ഷണൽ പോർഷൻ എന്തായിരുന്നു? 0.11 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11 എന്നുള്ളത് എഴുതിയിട്ട് ഇവിടെ നിന്ന് 2⁻1, 2⁻2 എഴുതാം. സോ ഇവിടെ എന്ത് വരും? 1 × 2⁻1 പ്ലസ് 1 × 2⁻2 പ്ലസ് ഈക്വൽ ടു എന്ത് വരും? 2⁻1 ദാറ്റ് ഈസ് 1/2. 0.5 പ്ലസ് 1/2.4 ദാറ്റ് ഈസ് 1/4. റിസൾട്ട് വരുമ്പോൾ എന്ത് വരും? 0.25. സോ ദി ലാസ്റ്റ് റിസൾട്ട് എന്താ? 0.75. അതും നമ്മൾ എടുത്തെഴുതി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് എഴുതിയാൽ ശരിയാവില്ല. നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1010.11. അപ്പൊ നമ്മൾ അത് എടുത്തെഴുതാ ഈക്വൽ ടു 10.75 base 10. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ഫ്രാക്ഷനിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ബൈനറി ആവുമ്പോൾ, ബൈനറി ഇൻറ്റീജർ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പവേഴ്സ് ഓഫ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ബൈനറി ഫ്രാക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് പവേഴ്സ് ഓഫ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സമ്മ ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബൈനറി സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡെസിമൽ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കും ഡെസിമലിൽ നിന്ന് ബൈനറി കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ്. ഒക്ടലിന്റെ ബേസ് വാല്യൂ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ഒക്ടലിന്റെ ബേസ് വാല്യൂ
8 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? 8ന്റെ പവേഴ്സ് കൊണ്ട് നമ്മുടെ കറസ്പോണ്ടിങ് ബിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സം ചെയ്യുന്നു. സെയിം ആസ് ബൈനറി. ബൈനറിയിൽ 2 കൊണ്ട് ചെയ്തു, ഒക്ടലായിപ്പ് എന്ത് ചെയ്യണം? നമ്മൾ 8 കൊണ്ട് ചെയ്യണം. ദാറ്റ് ഈസ് ആൻ ഒക്ടൽ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഡെസിമൽ ഇക്വാലന്റ് ബൈ summing up the product of each bit and its weight. The weights are the powers of 8. That is 8 raised to 0, 8 raised to 1, 8 raised to 2, 8 raised to 3, etc. ഇനി ഇതന്നെ ഫ്രാക്ഷൻ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? നെഗറ്റീവ് പവേഴ്സ് ഓഫ് 8 ആണ് നമ്മൾ എടുക്കാറ്. ഇനി അപ്പോൾ ഒരു ഒക്ടൽ ഇൻറ്റീജറിനെ ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള നമ്പർ എന്താ? 157 ബേസ് 8 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 157 എടുക്കുക. ദെൻ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റീജർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തുടങ്ങി പൊസിഷണൽ വാല്യൂ ഇവിടാണ് 0. ദാറ്റ് ഈസ് 8 raised to 0, 8 raised to 1, 8 raised to 2 ഇട്ടു. ദെൻ എന്ത് ചെയ്യണം? 1 into 8 square പ്ലസ് 5 into 8 raised to 1 പ്ലസ് 7 into 8 raised to 0. ദാറ്റ് ഈസ് 64 പ്ലസ് 40 പ്ലസ് 7. ലാസ്റ്റ് റിസൾട്ട് എന്ത് വരും? 111 ആണ് ആൻസർ വരാം. ദാറ്റ് ഈസ് 157 ബേസ് 8 ഈക്വൽ ടു 111 ആണ് നമ്മുടെ ആൻസർ വരിക. വൺ മോർ എക്സാമ്പിൾ. കൺവേർട്ട് 1005 ബേസ് 8 ടു ഡെസിമൽ. അപ്പൊ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടു? ഇതുപോലെ ഒന്ന് എഴുതി 1005നെ നമ്മൾ എന്ത് എഴുതി? ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയ്റ്റ്സ് ചെയ്താൽ then 8 raised to 0, 8 raised to 1, 8 raised to 2, 8 raised to 3. then നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ 1 into 8 cube plus 0 into 8 square plus 0 into 8 raised to 1 plus 5 into 8 raised to 0. So the result will be 517. ലാസ്റ്റ് നമ്മൾ അങ്ങനെ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് 1005 ബേസ് 8 ഈക്വൽ ടു 517 ബേസ് 10. അപ്പോൾ ഇത് ബൈനറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒക്ടൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അവിടെ നമ്മൾ 2 കൊണ്ട് ചെയ്തു, ഇവിടെ 8 കൊണ്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഒക്ടൽ ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യാം? 8ന്റെ നെഗറ്റീവ് പവേഴ്സ് ആണ് എടുക്കുക. ദാറ്റ് ഈസ് ആൻ ഒക്ടൽ ഫ്രാക്ഷൻ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഡെസിമൽ ഇക്വലന്റ് ബൈ സമ്മിങ് അപ്പ് ദ പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് ഇറ്റ്സ് വെയ്റ്റ്. സെയിം ആസ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ച ബൈനറിയിലും ഒക്ടൽ ഇൻറ്റീജറിൻ്റെ ഒക്കെ കൺവേർഷൻ പോലെ തന്നെയായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രാക്ഷണൽ നമ്പർ വെയ്റ്റ്സ് ആർ ദി നെഗറ്റീവ് പവേഴ്സ് ഓഫ് 8 ഫോർ ദി ഡിജിറ്റ്സ് ആഫ്റ്റർ ദി ഒക്ടൽ പോയിന്റ്. ഒക്ടൽ പോയിന്റിന് ശേഷം ഏതെങ്കിലും ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പവേഴ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് പവേഴ്സ് ഓഫ് 8 വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കൺവേർട്ട് 0.12 ടു ഡെസിമൽ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ തന്നിട്ടുള്ള നമ്പർ നമ്മൾ ഒരു ബോക്സിൽ ഇങ്ങനെ എഴുതിയതിന് ശേഷം 8ന്റെ പവർ ഇവിടെ എഴുതണം. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതണം? ഫ്രാക്ഷണൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് പവേഴ്സ് ഓഫ് 8 ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 8 raised to -1, 8 raised to -2. എന്നിട്ട് എന്ത് ചെയ്യണം? 1 into 8 raised to -1 പ്ലസ് 2 into 8 raised to -2. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ നമ്മൾ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 into 1/8. ദാറ്റ് ഈസ് 1/8ന്റെ വാല്യൂ എന്താ? 0.125 പ്ലസ് 2/64. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് വരും? നമുക്ക് 0.03125. ലാസ്റ്റ് റിസൾട്ട് എന്ത് വരും? നമുക്ക് 1565. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് 0.12 ബേസ് 8 ഈക്വൽ ടു 0.1565 ബേസ് 10. ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വരിക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്കിവിടെ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൺവേർട്ട് 135.05 ബേസ് 2 ടു ഡെസിമൽ. അതിനി എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. 135ന് ബൈനറിയിൽ നമുക്ക് ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമ്മൾ പോസിറ്റീവ് പവേഴ്സ് ഓഫ് 8 ആണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ആദ്യം 135 എന്നുള്ളത് ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് നമ്മൾ എഴുതാണ്. 8 raised to 0, 8 raised to 1, 8 raised to 2. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം? ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 into 8 square plus 3 into 8 raised to 1 plus 5 into 8 raised to 0. ദാറ്റ് ഈസ് ദ റിസൾട്ട് എന്ത് വരും? 93. എന്നിട്ട് നമ്മൾ എഴുതുകയാണ് 135 ബേസ് 8 ഈക്വൽ ടു 93 ബേസ് 10. ഇനി അടുത്തത് എന്താ? 0.5 കൂടെ 0.05 കൂടെ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതാണ് 0.5. അപ്പൊ എന്ത് വരും? 8 raised to -1, 8 raised to -2
then 0 into 8 raised to minus 1 plus 5 into 8 raised to minus 2. അതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ത് വരും? ദാറ്റ് ഈസ് 0.05 ബേസ് 8 ഈക്വൽ ടു 0.078125. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെഴുത്. നമ്മൾ ബൈനറിയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? രണ്ടും കൂടെ നമ്മൾ എഴുതുകയാണ്. 135.05 ബേസ് 8 ഈക്വൽ ടു 93.078125 ബേസ് 10. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒക്ടൽ നമ്പറിൽ നിന്ന് ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ബൈനറിയിൽ ചെയ്ത 2 ആണെങ്കിൽ ഒക്ടലിൽ ചെയ്തത് എന്തായിരുന്നു? 8 ആയിരുന്നു. അപ്പോൾ ഇനി ഹെക്സാഡെസിമൽ ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഹെക്സാഡെസിമൽ ആണെങ്കിൽ വി യൂസ് ദി powers of 16 because the base value of hexadecimal number system is 16. That is, a hexadecimal number can be converted into its decimal equivalent by summing up the product of each bit and its weight. The weights are the powers of 16 because it is a hexadecimal number system. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളിന് നമുക്ക് നോക്കാം. AB base 16. എയും ബി ഒക്കെ വരാൻ കാരണം എന്താ? നമ്മൾ പഠിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എയും ബിയും ഒക്കെ നമുക്ക് ഉള്ളതാണ്. അപ്പം എ ബി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ? എയും എഴുതുക, ബിയും എഴുതുക. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 16 raised to 0, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 16 raised to 1. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്താ? 10 ആണ്. ബിയുടെ 11 ആണ്. അപ്പം നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എ ഇൻറ്റു 16 raised to 1 എഴുതുന്നതിന് പകരം, എ ഇൻറ്റു 16 raised to 1 എഴുതുന്നതിന് പകരമായിട്ട് എന്ത് വേണം? The value of A, the value of A is 10. So we write 10 into 16 raised to 1 plus 11 into 16 raised to 0. So the result will be 171. So AB base 16 equal to 171 base 10. Ini one more example. Convert 2D5 base 16 to decimal. That is 2D5. The weight corresponding to 5 is 16 raised to 0, corresponding to D 16 raised to 1, corresponding to 2 16 square. So we all know that the value of D equal to 13. So the result will be 2 into 16 square plus 13 corresponding to the value D. 13 into 16 raised to 1 plus 5 into 16 raised to 0. So the result will be 725. So we write 2D5 base 16 equal to 725 base 10. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് നമ്മളിവിടെ പോസിറ്റീവ് പവേഴ്സ് ആണ് യൂസ് ചെയ്തത് ബിക്കോസ് ഹിയർ ദ എക്സാമ്പിൾസ് ആർ ഓഫ് ഇൻറ്റീജർ ടൈപ്പ്. ഇനി ഇത് തന്നെ ഇനി നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് എന്ത് ചെയ്യണം? നെഗറ്റീവ് പവേഴ്സ് ഓഫ് 16 ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് എ ഹെക്സാഡെസിമൽ ഫ്രാക്ഷൻ നമ്പർ ക്യാൻ ബി converted into its decimal equivalent by summing up the product of each bit and its weight. The weights are the negative powers of 16 for the digits after hexadecimal point. We take the negative powers of 16 because it is a fractional number. That is the digits after hexadecimal point. Example, convert 17C.2F base 16 to decimal. അപ്പോൾ 17C ആണ് നമ്മുടെ ഇവിടുത്തെ ഹെക്സാഡെസിമൽ ഇൻറ്റിജർ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി റൈറ്റ് 17C and we write the corresponding weight 16 raised to 0, 16 raised to 1, 16 square. The corresponding value of the hexadecimal digit C equal to 12. Then we write 1 into 16 square plus 7 into 16 raised to 1 plus 12 into 16 raised to 0. So the result will be 380 base 10. And the fractional value of the fractional part of the hexadecimal is 0.2F. Then we write 2F. The corresponding weights are 16 raised to minus 1, 16 raised to minus 2. Then we write 2 into 16 raised to minus 1 plus 15 into 16 raised to minus 2. 15 equal to F. That is 0.125 plus 0.0585935. And the sum result is 0.18359375. And the last result will be, that is 17C.2F base 16 equal to 380.18359375. ലാസ്റ്റ് നമ്മളിങ്ങനെ ഒന്നിച്ചിത് എഴുതി നമ്മൾ റിസൾട്ട് എഴുതും.
അപ്പോൾ ഇപ്പോൾ ഹെക്സാഡെസിമലിൽ നിന്ന് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പഠിച്ചു. അതിപ്പോൾ ഈവൻ ഇറ്റ് ഇസ് ആൻ ഇൻറ്റീജർ ഓർ എ ഫ്രാക്ഷണൽ നമ്പർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ബൈനറി നമ്പർ കൺവേർഷൻ തന്നെയാണ് നമ്മൾ പഠിച്ചത്. 3 സിസ്റ്റങ്ങളിൽ നിന്ന്, അതായത് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഈ 3 നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഹൗ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡെസിമൽ, അതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ ഇൻറ്റീജർ ആയാലും അത് ഫ്രാക്ഷൻ ആയാലും ഈ 3 സിസ്റ്റത്തിലെ ഇൻറ്റീജർ വാല്യൂ ആയാലും അതർവൈസ് ഇറ്റ് ഈസ് എ ഫ്രാക്ഷണൽ വാല്യൂ ആയാൽ കൂടെ നമ്മൾ എങ്ങനെ പഠിച്ചു? ഹൗ ടു ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടോട്ടലി നമ്പർ കൺവേർഷൻസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് 3 സിസ്റ്റങ്ങളിൽ നിന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്കും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 3 സിസ്റ്റങ്ങളിലേക്കും എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മളിപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമ്മളിനി കുറച്ച് നമ്പർ കൺവേർഷൻസ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്പർ കൺവേർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.